സ്ഥാപനത്തിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ഒരു സെയിൽസ് പേഴ്സൺ നിങ്ങളോട് ഒരു സെയിൽസ് സ്ക്രിപ്റ്റ് ആവശ്യപ്പെടാറുണ്ടോ? ഈ സെയിൽസ് സ്ക്രിപ്റ്റ് ഒരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇപ്പൊ ഞാൻ എന്റെ ക്ലയൻസിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെയിൽസ് സ്ക്രിപ്റ്റ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അതേ രീതിയിൽ ദഹിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് ഓവർ ഫോണിലോ നേരിട്ടോ ആണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിനോ സർവീസിനെ കുറിച്ച് സ്വയം അപഗ്രഥനം ചെയ്ത് അല്ലെങ്കിൽ സ്വയം അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു സെയിൽസ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഞാൻ ആ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ കാണുന്ന അതേ ആംഗിളിൽ ആവണമെന്നില്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ആ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ നോക്കി കാണുന്നത്. തീർച്ചയായും എനിക്ക് ആ ഒരു പർട്ടിക്കുലർ സർവീസിനെ കുറിച്ച് ഉണ്ടായേക്കാവുന്ന ഡൗട്ട്സ് ആവണമെന്നില്ല ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ സ്വയം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കസ്റ്റമർ എന്നോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അവരുടെ ഡൗട്ട്സ് എന്തൊക്കെയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ ഒരു സെയിൽസ് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റിയാൽ അത് കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കോഴ്സ് ആയിട്ടും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള മീറ്റിംഗ്സ് ആയിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി സെയിൽസ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ മറ്റെങ്ങും കൂടി അലയണ്ട, നമ്മൾ സ്വയം തന്നെ ചെയ്യാൻ ശ്രമിക്കാം.